ഞാനൊരു സ്റ്റോറി കേട്ടിരിക്കുക. തമാശ കളയണ്ട. പീഡനം, വാണിഭം, ആ സൈസ് എന്തെങ്കിലും പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാ പിടിച്ചോ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത പുറത്തുവിടില്ലെന്ന നിലപാടിൽ ഉറച്ച മുഖ്യമന്ത്രി. അല്ലേലും മുമ്പിൽ ഓലക്കെട്ട് കേസുമായിട്ട് വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. നീ പറയാറില്ലേ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽമാലാകെ പോലെ ഒരാൾ വരുമെന്ന്. അതവന മായാവി. ഇത് വലിയ ശല്യമായല്ലോ. സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങളുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെ ഇരിക്കണം? അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല സാർ. എനിക്ക് തോന്നുന്നത് അയാളൊരു പാവാന്ന. സിനിമാ മേഖലയിലെ ചൂഷകർക്കൊപ്പമല്ല, ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ കഷ്ടായിപ്പോയി. ഗുരുതര ലൈംഗിക ക്രൂരതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ 5 വർഷം റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. തെണ്ടിത്തരം കാണിക്കുന്ന ഒരു അതിര് വേണം. ഗതികേടാണ്, വേറെ വഴിയില്ല. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താതെയായിരുന്നു നടൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ചോ? വേറൊരു വഴിയുമില്ല. അതിജീവിതയ്ക്കൊപ്പമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ വിശ്വസിക്കുന്നില്ലെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരട്ടത്താപ്പ് ആരോപണം ഉയർത്തി സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. ഈ അവസരം നമുക്ക് മുതലാക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരത്തിനെതിരെ വെളിപ്പെടുത്തലുമായി നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ. തൃപ്തിയായല്ലോ നിനക്ക്? പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയിലാണ്. പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജാ അപ്പന്നെ ഒന്നും നശിപ്പിച്ചിട്ട് പോയത്. ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വിലായത് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. അയ്യോ, കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞു.